ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഗാംബ്ലിംഗ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇൻവെസ്റ്റ്മെൻറ്റും സ്പെക്കുലേഷനും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച്, അല്ലേ? ഇൻവെസ്റ്റ്മെൻറ്റിന് സ്പെക്കുലേഷനുമായി ചെറിയ വ്യത്യാസങ്ങളുണ്ടായിരുന്നു, അല്ലേ? അത് നമ്മൾ പോയിൻ്റായിട്ട് നോക്കുകയുണ്ടായി. അതേപോലെ തന്നെയാണ് ഗാംബ്ലിംഗ് എന്നുള്ള ടേമും പലപ്പോഴും ഒരു ലേമാൻ പെർസ്പെക്റ്റീവിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ തന്നെ ഉപയോഗിക്കുന്ന ഒരു ടേമാണ്. പക്ഷേ എങ്കിലും ഈ ഗാംബ്ലിംഗ് എന്ന് പറയുന്ന ടേമിന് അല്ലെങ്കിൽ ഗാംബ്ലിങ്ങിൻ്റെ പ്രോസസ്സിന് ഇൻവെസ്റ്റ്മെൻറ്റുമായി വ്യത്യാസങ്ങളുണ്ട്. അപ്പം എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റും ഗാംബ്ലിങ്ങും തമ്മിലുള്ള വ്യത്യാസം, അല്ലേ? അപ്പോൾ അതറിയുന്നതിന് വേണ്ടി നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഗാംബ്ലിങ്ങിൻ്റെ അർത്ഥം എന്താ, അല്ലെ? മീനിങ് എന്താണ്, അല്ലേ? എന്താണ് ഗാംബ്ലിംഗ് എന്ന് പറയുന്നത്? മലയാളത്തിൽ പറയുമ്പോൾ തന്നെ ചൂതാട്ടെന്നോ അല്ലെങ്കിൽ ചൂതുകളിന്നോ ഒക്കെ പറയാറുണ്ട്. ഇതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ചില ആളുകൾ ഗാംബ്ലിംഗ് പോലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാറുണ്ട്. പക്ഷേ എങ്കിലും എന്തല്ല, അത് ഇൻവെസ്റ്റ്മെൻ്റ് അല്ല. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ, നമുക്കറിയാം ഗാംബ്ലിങ്ങിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പറയാം ലോട്ടറി, അല്ലേ? വിന്നിങ് ഓഫ് ലോട്ടറി. ഒരാൾ കുറച്ച് എമൗണ്ട് 100 രൂപയോ 50 രൂപയോ മുടക്കി ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നു, അല്ലേ? ആ ടിക്കറ്റ് ഒരു നിശ്ചിത സമയത്ത് നിറക്കെടുക്കുന്നു. നിറക്കെടുത്ത് അയാളുടെ നമ്പർ കിട്ടുകയാണെങ്കിൽ അയാൾക്ക് എന്ത് കിട്ടും? റിട്ടേൺ കിട്ടും. എങ്ങനെയുള്ള റിട്ടേൺ ആയിരിക്കും കിട്ടുക? മുടക്കിയ പൈസ 100 രൂപയായിരിക്കും, പക്ഷെ കിട്ടുന്ന റിട്ടേൺ അല്ലെങ്കിൽ വിന്നിങ് പ്രൈസ് മണി എന്ന് പറയുന്നത് ചിലപ്പോൾ ലാക്സ് ഓഫ് റുപ്പീസ് ആയിരിക്കും. ലക്ഷക്കണക്കിന് രൂപ കിട്ടും, അല്ലേ? 5 ലക്ഷമോ 10 ലക്ഷമോ 50 ലക്ഷമോ ഇങ്ങനെ ആയിരിക്കും കിട്ടുക. അതുപോലെ തന്നെയാണ് ഒരു ഹോഴ്സ് റേസിങ്, നമുക്കറിയാം, അല്ലേ? കുതിരയോട്ട മത്സരം. അതിൽ ബെറ്റിംഗ് ചെയ്യുന്നു. കുതിര ജയിച്ചാൽ ഇത്ര രൂപ, അല്ലേ? അപ്പോൾ വിന്നിങ് ആ ഹോഴ്സാണ് വിൻ ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യുന്നു? ഇയാൾക്ക് നല്ലൊരു എമൗണ്ട് കിട്ടും. ഇങ്ങനെ ഒരു ചാൻസിൻ്റെ അടിസ്ഥാനത്തിൽ, ഓക്കെ, വളരെയധികം റിട്ടേൺ ഉണ്ടാക്കുന്നതിന് വേണ്ടി ബെറ്റിങ്ങിൽ ഏർപ്പെടുമ്പോൾ, അല്ലേ, അതുമായി ബന്ധപ്പെട്ടിട്ട് വരാവുന്ന ആക്ടിവിറ്റികളെ ഒക്കെ കൂടി ചേർത്താണ് നമ്മൾ എന്ത് പറയുക? ഗാംബ്ലിംഗ് എന്നുള്ള ടേം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഗാംബ്ലിങ്ങിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ചെറിയൊരു മുതൽ മുടക്ക് ഉണ്ട്, അല്ലേ? പൈസ നമ്മൾ മുടക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താ? ആ മുടക്കുന്ന പൈസ തിരിച്ചു കിട്ടാനും തിരിച്ചു കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട്, അല്ലേ? ലോട്ടറി എടുത്തു, ലോട്ടറി അടിച്ചാൽ നമുക്ക് പൈസ തിരിച്ചു കിട്ടും. നമ്മൾ മുടക്കിയ പൈസ മാത്രമല്ല, വളരെ കൂടുതൽ തിരിച്ചു കിട്ടും. അപ്പോൾ റിട്ടേൺ എന്ന് പറയുന്നത് വളരെ ഹൈ റിട്ടേൺ ആയിട്ട് കിട്ടും. പക്ഷേ നഷ്ടപ്പെടുകയാണെങ്കിലോ, കിട്ടിയില്ല എങ്കിലോ, നമ്മുടെ നമ്പറല്ല വിൻ ചെയ്തതെങ്കിലോ, നമുക്ക് ലോട്ടറി കിട്ടിയില്ല എങ്കിൽ എന്ത് സംഭവിക്കും? മുടക്കിയ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പൈസ മുഴുവൻ പോവും. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു വിൻ ആൻഡ് ലോസ് എന്നുള്ളൊരു ചാൻസസിന് മാത്രമായിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ് ഗാംബ്ലിംഗ്, അല്ലേ? അപ്പോൾ ഗാംബ്ലിംഗ് നമുക്ക് എക്സാമ്പിൾ പറയുമ്പോൾ വിന്നിങ് ഓഫ് ലോട്ടറി, അല്ലേ? അതുപോലെ തന്നെ ഹോഴ്സ് റേസിങ്, ബെറ്റിംഗ്, ഹോഴ്സ് റേസിങ്, അല്ലേ? ഇപ്പോൾ ക്രിക്കറ്റ് മാച്ച് നടക്കുന്നു, ബെറ്റ് ചെയ്യുന്നു, അല്ലേ? ഒരാൾ ബെറ്റ് ചെയ്യുന്നു ഇന്ത്യ ജയിക്കുന്നു, വേറെ ഒരാൾ ബെറ്റ് ചെയ്യുന്നു ഇംഗ്ലണ്ട് ജയിക്കുന്നു. അപ്പോൾ ഇവിടെ ബെറ്റിംഗ് എന്താണ്? ഒരു നിശ്ചിത എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, ജയിച്ചാൽ ഇയാൾക്ക് എമൗണ്ട് ഡബിളായിട്ട് കിട്ടും, തോറ്റു കഴിഞ്ഞാൽ ഇയാൾ മുടക്കിയ പൈസ പോകും. അപ്പം ഇങ്ങനെ വരാവുന്ന സാഹചര്യങ്ങളൊക്കെയാണ് നമ്മൾ ഗാംബ്ലിങ്ങിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ ഗാംബ്ലിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റും ആയിട്ടുള്ള വ്യത്യാസം എന്തൊക്കെയാണ് അത് നമുക്ക് നോക്കാം, പോയിൻ്റായിട്ട് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയ പോലെ തന്നെ 3 കോളമായിട്ട് തന്നെ ഡിവൈഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ കോളം പോയിൻ്റ് ഓഫ് ഡിഫറൻസ്, അല്ലേ? ദെൻ രണ്ടാമത്തെ കോളം ഇൻവെസ്റ്റ്മെൻറ്റ്, മൂന്നാമത്തെ കോളം ഗാംബ്ലിംഗ്. ഇങ്ങനെ 3 കോളങ്ങളായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് പോയിൻ്റ് ഓഫ് ഡിഫറൻസ് എന്താ? ദാറ്റ് ഈസ് പ്രീ ഇൻവെസ്റ്റ്മെൻറ്റ് റിസർച്ച്. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റിന് മുമ്പ് റിസർച്ച്, അനാലിസിസ്, സ്റ്റഡീസ്, അല്ലേ, ഇത് വല്ലതും നടത്താറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ എന്താണ്? ഓക്കെ, സയൻറ്റിഫിക് ആയിട്ടുള്ള റിസർച്ച് നമ്മൾ ചെയ്യാറുണ്ട്. എന്താണ് സയൻറ്റിഫിക് റിസർച്ച് ചെയ്യുന്നത്?
നമ്മൾ സെക്യൂരിറ്റി അനലൈസ് ചെയ്യും, മാർക്കറ്റിനെ അനലൈസ് ചെയ്യും, കമ്പനി അനലൈസ് ചെയ്യും അല്ലേ. ഇപ്പം ഇങ്ങനെ ഒരു സയൻറ്റിഫിക് റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിലാണ് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ നിശ്ചയിക്കുക. ഗ്യാംബ്ലിംഗ് ആണെങ്കിലോ അതല്ല അല്ലേ, ലിറ്റിൽ ഓർ നോ റിസർച്ച് അല്ലേ. ഒരു ലോട്ടറി എടുക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യാറില്ല, അതിനെക്കുറിച്ച് റിസർച്ച് ഒന്നും ചെയ്യാറില്ല, സ്റ്റഡീസ് ഒന്നും നടത്താറില്ല അല്ലേ. അപ്പോൾ നോ റിസർച്ച് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അല്ലെങ്കിൽ ലിറ്റിൽ റിസർച്ച്, വളരെ കുറച്ച് മാത്രം റിസർച്ച് ചെയ്യുന്നുള്ളൂ, സ്റ്റഡീസ് നടത്തുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഡിഫറൻസ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ഓഫ് ഡിഫറൻസ് എന്താ? ഓൺ ദ ബേസ് ഓഫ് റിസ്ക് പെർസെപ്ഷൻ. റിസ്കിൻ്റെ പെർസെപ്ഷൻ അനുസരിച്ച് എന്താണ് വ്യത്യാസം? റിസ്ക് പെർസെപ്ഷൻ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താ, റിസ്ക് അവേഴ്സ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്പെക്കുലേഷനുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോഴും പറയുണ്ടായി അല്ലേ. ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും എന്താ, റിസ്ക് അവേഴ്സ് ആണ് അല്ലേ. റിസ്കിനോട് വലിയ ആഭിമുഖ്യമൊന്നും കാണിക്കാതെ ഒരു നോർമലായിട്ടുള്ള റിസ്ക് ഏറ്റെടുക്കുന്ന ആൾക്കാരാണ് ഇൻവെസ്റ്റേഴ്സ്. ഓക്കെ, പക്ഷേ ഗ്യാംബ്ലിംഗ് എന്താ, റിസ്ക് സീക്കിംഗ് ആണ് അല്ലേ. എന്തുകൊണ്ട് റിസ്ക് സീക്കിംഗ് ആണ്? കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. അപ്പോൾ അവിടെ ഈ ചാൻസസിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും അല്ലേ. കിട്ടുകയാണെങ്കിൽ ഒന്നിച്ച് കിട്ടിക്കോട്ടെ, പോവുകയാണെങ്കിൽ നഷ്ടപ്പെട്ടെ എന്ന് വിചാരിക്കുന്ന, റിസ്ക് ഏറ്റെടുക്കാൻ, വളരെയധികം റിസ്ക് ഏറ്റെടുക്കാൻ അല്ലേ, അബ്നോർമലായിട്ടുള്ള റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളായിരിക്കും ഗ്യാംബ്ലേഴ്സ്. അപ്പം അതുകൊണ്ട് ഗ്യാംബ്ലിങ്ങിൻ്റെ റിസ്ക് സീക്കിംഗ് ആണ് വരുന്നത്. ദെൻ മൂന്നാമത്തെ ഡിഫറൻസ് എന്താ? ദാറ്റ് ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രോച്ച്. നമ്മൾ ഫോളോ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രോച്ച് എന്തായിരിക്കും? ഇൻവെസ്റ്റ്മെൻറ്റിൽ അത് സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രോച്ചാണ് നമ്മൾ ഫോളോ ചെയ്യുക അല്ലേ. നമ്മൾ നേരത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രോച്ചസിനെ കുറിച്ചൊക്കെ നോക്കുമ്പോൾ പഠിച്ചു അല്ലേ. ഇവിടെ നമ്മൾ ഫണ്ടമെൻ്റലോ ടെക്നിക്കലോ അല്ലേ, അക്കാഡമിക്കോ എക്ലക്റ്റിക് ആയിട്ടുള്ള അപ്രോച്ചുകളൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യുക. പക്ഷേ ഗ്യാംബ്ലിങ്ങിലോ അൺസയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രോച്ചാണ് ഫോളോ ചെയ്യുന്നത്. ഇതിന് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാനൊന്നും പറ്റില്ല അല്ലേ. ഇവിടെ വിൻ ചെയ്യാനുള്ള സാധ്യത മുൻകൂട്ടി പറയാനൊന്നും പറ്റില്ല. 50-50 ചാൻസ്. നമ്മളൊരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡാണോ ടൈലാണോ വരിക, അതിന് രണ്ടിനും ചാൻസ് ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ വരാവുന്നത് കൊണ്ട് ഒരു അൺസയൻറ്റിഫിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. ദെൻ നാലാമത്തത് ഇമോഷണൽ ഇൻഫ്ലുവൻസ്. ഇൻവെസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ നിക്ഷേപിക്കുന്ന ആളുകളുടെ, പൈസ മുടക്കുന്ന ആളുകളുടെ ഇമോഷണൽ ഇൻഫ്ലുവൻസ് എന്തായിരിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്കറിയാം എന്തായിരിക്കുന്നു, ഇറ്റ് ഈസ് റാഷണാലിറ്റി ആൻഡ് ലോജിക് അല്ലേ. അവരെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത് എന്തായിരിക്കും, അവരുടെ ഡിസിഷൻ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത് റാഷണാലിറ്റിയാണ് അല്ലെങ്കിൽ ലോജിക്കാണ് അല്ലേ. അനാലിസിസ് ഒക്കെ ചെയ്ത് അതിൽ നിന്നുള്ള ഇൻഫർമേഷനൊക്കെ എടുത്ത് ഈ കമ്പനിയുടെ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് ഉറപ്പ് വരുത്തുന്ന അല്ലേ ഒരു പ്രോസസ്സിലൂടെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. അതുകൊണ്ട് റാഷണലായിട്ട് തിങ്ക് ചെയ്തിട്ടാണ്, ലോജിക്കലായിട്ട് അനലൈസ് ചെയ്തിട്ടാണ് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യുക. പക്ഷെ ഗ്യാംബ്ലിംഗ് ആണെങ്കിലോ അവിടെയുള്ള ഇമോഷണൽ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഇമോഷണൽ മോട്ടീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഗ്രീഡ് ആൻഡ് ഫിയർ പ്ലേ എ റോൾ. അവിടെ ഗ്രീഡ്, പൈസയോടുള്ള ആർത്തി അല്ലേ. 100 രൂപ മുടക്കുന്നു, ലോട്ടറി കിട്ടിയാൽ 1 ലക്ഷം രൂപ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അല്ലേ. അപ്പം ഗ്രീഡ്. ഓക്കെ, അതുപോലെ തന്നെ ഫിയർ, അപ്പോൾ ചിലപ്പോൾ നഷ്ടപ്പെടുന്നുള്ള ഫിയർ. ഓക്കെ, ഇങ്ങനെയുള്ള ഗ്രീഡും ഫിയറും ഇതിൻ്റെ ഇൻ്റർപ്ലേ ആണ് നമ്മൾ ഗ്യാംബ്ലിങ്ങിന് വേണ്ടി സാധാരണ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗ്യാംബ്ലിങ്ങിൽ വരാവുന്ന ഇമോഷണൽ മോട്ടീവ് എന്ന് പറയുന്നത് ഗ്രീഡോ ഫിയറോ ആയിരിക്കും. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റിൽ അത് റാഷണലായിട്ടുള്ള സ്റ്റഡീസൊക്കെ വെച്ചിട്ടായിരിക്കും ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ടേം. ഓൺ ദ ബേസ് ഓഫ് ടേം അല്ലേ, അതിൻ്റെ പീരിയോഡിസിറ്റി അല്ലെങ്കിൽ ടേം എന്ന് പറയും അല്ലേ. ടൈം ഹൊറൈസൺ എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നേരത്തെ നോക്കിയതാണ്. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ടൈം ഹൊറൈസൺ എപ്പോഴും എന്തായിരിക്കും, ലോങ് ടേം ആയിരിക്കും അല്ലെങ്കിൽ ഓൺ ഗോയിങ് ആക്ടിവിറ്റിയാണ് അല്ലേ. ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു, അത് ലോങ് ടേം കൂടിയാണ്. പക്ഷേ ഗ്യാംബ്ലിംഗ് എന്താ, ഡിസ്ക്രീറ്റ് ഈവൻസ് ആണ്. അതുപോലെ തന്നെ അത് ഷോർട്ട് റൺ ആണ് അല്ലേ, ഏതെങ്കിലും സമയത്ത് മാത്രം നടത്തപ്പെടുന്നതാണ് അല്ലേ. ഗ്യാംബ്ലിംഗ് എപ്പോഴും തുടർന്നുകൊണ്ട് ചെയ്യുന്നതല്ല. ഒരു മത്സരം കഴിഞ്ഞു, പിന്നെ അടുത്ത മത്സരത്തിലേക്ക്, പിന്നെ എപ്പോഴെങ്കിലും ഉണ്ടാകുമ്പോഴായിരിക്കും ബെറ്റിംഗ് ചെയ്യുക. അല്ലെങ്കിൽ അടുത്തൊരു മത്സരം ഉണ്ടാകുമ്പോഴായിരിക്കും ഹോഴ്സ് റേസിംഗ് നമ്മൾ ബെറ്റിംഗ് ചെയ്യുക. അല്ലെങ്കിൽ അടുത്തൊരു മത്സരം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലോ അല്ലെങ്കിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ഉണ്ടാകുമ്പോഴായിരിക്കും ഒരു ടീം വിൻ ചെയ്യുന്ന വെച്ച് നമ്മൾ ബെറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ അതൊരു ഓൺ ഗോയിങ് അല്ല, ഡിസ്ക്രീറ്റ് ആയിട്ടുള്ളൊരു ഈവൻ്റ് ആണ്. അതുപോലെ തന്നെ ഷോർട്ട് ടേം ആണ് അല്ലേ.
ഒരു ദിവസത്തേക്കോ അല്ലെങ്കിൽ ഒരു നിശ്ചിത മണിക്കൂറിലേക്കോ അല്ലേ, ഇപ്പോൾ 2 മണിക്കൂർ നേരത്തേക്കുള്ളൊരു ഹോഴ്സ് റൈസിംഗ് ആണെന്ന് വിചാരിക്കുക, അത് കഴിയുമ്പോഴേക്കും അതിൻ്റെ റിസൾട്ടായി നമുക്കറിയാൻ പറ്റും. ഓക്കെ, അപ്പം ഇങ്ങനെ ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു ടൈം ഹൊറൈസണാണ് ഗാംബ്ലിങ്ങിനുള്ളത്. ദെൻ മോട്ടീവ്, എന്താണ് അതിൻ്റെ മോട്ടീവ്? ഓക്കെ, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് റിലേറ്റഡ് ടു റിട്ടേൺ അല്ലേ, റിട്ടേണുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ പറയാവുന്ന മോട്ടീവ് റിലേറ്റഡ് ടു റിട്ടേൺ എന്തായിരിക്കും? നമ്മൾ ഇവിടെ എന്ത് പ്രതീക്ഷിക്കുന്നു? ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നോർമൽ റിട്ടേൺ ആയിരിക്കും പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, സോ ഇൻ ദ കേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വി നോർമലി എക്സ്പെക്ട് എ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. പക്ഷേ ഗാംബ്ലിംഗ് ആണെങ്കിലോ, ഗാംബ്ലിങ്ങിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന എപ്പോഴും എന്തായിരിക്കും? നോർമൽ റിട്ടേൺ അല്ല, പിന്നെ എന്തായിരിക്കും അതിൻ്റെ മോട്ടീവ്? എൻ്റർടൈൻമെൻറ്റ് ഓർ കമ്പൽഷൻ അല്ലേ. ഇപ്പോൾ ഒരാൾ ബെറ്റ് ചെയ്യുന്നു ഹോഴ്സ് റേസിങ്ങിന് വേണ്ടി, ചിലപ്പോൾ പൈസ കിട്ടണമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്കതൊരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കാം, ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടായിരിക്കാം, ഓർ ഔട്ട് ഓഫ് കമ്പൽഷൻ, ചിലപ്പോൾ ഒരു നിർബന്ധം കൊണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ കമ്പൽഷൻ, ഓക്കെ, അല്ലെങ്കിൽ ഗ്രീഡ്, ഇങ്ങനെയൊക്കെ കൊണ്ടാണ് മിക്കവാറും എന്ത് ചെയ്യുന്നത്? ഗാംബ്ലിങ്ങിൽ ഏർപ്പെടുന്നത്. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റിൽ എന്തല്ല, അങ്ങനെയല്ല, ഒരു നോർമലായിട്ടുള്ള റിട്ടേൺ പ്രതീക്ഷിച്ചുകൊണ്ട് ഫ്യൂച്ചറിൽ കിട്ടാവുന്ന ഒരു റിട്ടേണിന് വേണ്ടി നമ്മൾ കറൻറ്റ് ഫണ്ടിനെ സാക്രിഫൈസ് ചെയ്യുമ്പോഴാണ് എന്ത് പറയുക? ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുക. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മോട്ടീവിൽ വ്യത്യാസമുണ്ട്. സോ നെക്സ്റ്റ് ഡിഫറൻസ് എന്താ? 7th one, ടാൻജിബിലിറ്റി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓണർഷിപ്പ് അല്ലേ. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് ഓഫ് ഫണ്ടോ ചെയ്ത് കഴിഞ്ഞാൽ ടാൻജിബിൾ ആയിട്ടുള്ള എന്തെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ടോ? വെദർ വി ആർ റിസീവിങ് എനി ടാൻജിബിൾ ഐറ്റം അല്ലേ. നമുക്കറിയാം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് ഷെയറിലായിരിക്കാം, സെക്യൂരിറ്റിയിലായിരിക്കാം, ഗോൾഡിലായിരിക്കാം, അല്ലെങ്കിൽ ലാൻഡോ ബിൽഡിങ്ങോ റിയൽ എസ്റ്റേറ്റോ ഇതിലൊക്കെ ആയിരിക്കാം അല്ലേ. ഇതൊക്കെ എന്താണ്? ഒന്നുകിൽ റിയൽ അസറ്റ്സ് ആണ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസറ്റ്സ് ആണ് അല്ലേ, സെക്യൂരിറ്റി അസറ്റ്സ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ അതൊക്കെ ഒരു ടാൻജിബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒന്നിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഓൾ ഫോംസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവേരിയബിളി റെപ്രസെൻറ്റ്സ് എ ടാൻജിബിൾ അസറ്റ്സ്. ഓക്കെ, ഒരു ടാൻജിബിൾ അസറ്റ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന എന്തോ ഒന്നാണ് നമ്മൾ വാങ്ങിക്കുന്നത് അല്ലേ. ഒരു ഷെയർ വാങ്ങിക്കുന്നു, ഒരു കമ്പനിയുടെ പ്രോപ്പർട്ടീസിനെ നെറ്റ് വർത്തിനെ ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന അതിൻ്റെ ഇൻട്രൻസിക് ഒരു യൂണിറ്റാണ് എന്ത് പറയണത്? ഷെയർ എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ തന്നെയാണ് ഡിബഞ്ചർ ആണെങ്കിലും, ഡിബഞ്ചറിന് അടക്കിയിരിക്കുന്ന പൈസയ്ക്ക് ഈക്വലൻ്റ് ആയിട്ട് കമ്പനിയിൽ എന്തുണ്ടാവും? അസറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ടാൻജിബിൾ ആയിട്ടുള്ള എന്തോ ഒന്ന് ഒരു അസറ്റ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ. പക്ഷേ ഗാംബ്ലിങ്ങിൽ നോക്കുകയാണെങ്കിൽ എന്തില്ല, അങ്ങനെ ഒരു ടാൻജിബിൾ ആയിട്ടുള്ള അസറ്റ്സ് ഒന്നും ലഭിക്കുന്നത്. ഒരു ബെറ്റിംഗ് ചെയ്യുന്നു, കിട്ടിയാൽ നമുക്ക് റിട്ടേൺ കിട്ടും, കിട്ടുന്നില്ലെങ്കിൽ പോവും അല്ലേ. ഇതിനൊരു ഇൻസ്ട്രുമെൻ്റ് ഇല്ല അല്ലേ, അതിന് ഒരു പ്രത്യേകമായിട്ടുള്ള മോഡലോ അല്ലെങ്കിൽ ഒന്നുമില്ല. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്താ? ഇൻടാൻജിബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഗാംബ്ലിംഗ് ഇൻടാൻജിബിൾ ആണ്, പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് മിക്കവാറും എന്താ? ടാൻജിബിൾ നേച്ചറുള്ള കാര്യമാണ്. ദെൻ നെക്സ്റ്റ് വൺ, നമ്പർ 8, ഓൺ ദ ബേസ് ഓഫ് റിസൾട്ട്സ് അല്ലേ. എന്ത് റിസൾട്ട്സാണ് നമുക്ക് കിട്ടുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും ഗാംബ്ലിങ്ങിൽ നിന്നും എന്ത് റിസൾട്ട്സ് കിട്ടും? ഓക്കെ, എന്താണ് നമുക്കിവിടെ റിസൾട്ടായിട്ട് വരിക? ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കേസ് നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ്? ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കേസിൽ നോക്കുകയാണെങ്കിൽ എന്താ പറയുക? നെറ്റ് പോസിറ്റീവ് എക്കണോമിക് ബെനിഫിറ്റ്സ് അല്ലേ. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഒരു ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ, ഒരു പോസിറ്റീവ് ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അവിടെ എന്ത് ഉണ്ടാവുന്നു? നെറ്റ് പോസിറ്റീവ് എക്കണോമിക് ബെനിഫിറ്റ്സ് ഉണ്ടാവും. എന്താണ് ഈ നെറ്റ് പോസിറ്റീവ് എക്കണോമിക് ബെനിഫിറ്റ്സ്? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ടിനേക്കാളും ഒരു കൂടുതൽ തുകയായിട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മാറുന്നു അല്ലേ. ഷെയർ 100 രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്തു, കാലയളവിൻ്റെ വ്യത്യാസം അനുസരിച്ച് ഷെയറിൻ്റെ പ്രൈസ് 120, 130, 150, 160 ഒക്കെ ആയിട്ട് വർദ്ധിച്ചു വരുന്നു. അപ്പോൾ ഒരു പോസിറ്റീവ് എക്കണോമിക് ബെനിഫിറ്റ്സ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിസൾട്ട് മിക്കവാറും എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് എക്കണോമിക് ബെനിഫിറ്റ്സ് ആയിരിക്കും. പക്ഷേ ഗാംബ്ലിങ്ങിലാണെങ്കിലോ, ഇപ്പോൾ അടുത്ത് നോക്കുന്നത് ഗാംബ്ലിംഗ് ആണ്, അവിടെ എന്തായിരിക്കും? നോ നെറ്റ് എക്കണോമിക് ബെനിഫിറ്റ്സ്. ഇവിടെ എക്കണോമിക് ബെനിഫിറ്റ്സ് ഒന്നും ഉണ്ടാവണമെന്നില്ല അല്ലേ. ഒരു ഗാംബ്ലിംഗ് ചെയ്ത് ഒരാൾ മറ്റൊരാളുമായിട്ട് ബെറ്റ് വെച്ചു, അയാൾക്ക് കിട്ടുന്ന ആൾക്ക് ലാഭം ഉണ്ടായി, നഷ്ടപ്പെടുന്ന ആൾക്ക് മൊത്തത്തിൽ നഷ്ടപ്പെട്ടു എന്നല്ലാതെ എക്കണോമിക്കലായിട്ടുള്ള സിഗ്നിഫിക്കൻസ് ഒന്നും അതിനില്ല അല്ലേ. ഒരു എക്കണോമിക് ആക്ടിവിറ്റി ഒന്നുമല്ല നടക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും നെറ്റ് എക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടായി നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ
എക്കണോമിക് ബെനിഫിറ്റ്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് എക്കണോമിക് ബെനിഫിറ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം എന്താണ്, ഇൻവെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പൈസ കമ്പനിക്കത് ഉപയോഗിക്കാം, അല്ലേ? കമ്പനിയുടെ ഷെയറാണ്, കമ്പനിക്കത് ക്യാപിറ്റലായിട്ട് കിട്ടുന്നു. കമ്പനി അത് ഉപയോഗിച്ച് എന്ത് ചെയ്യും? ബിസിനസ് ചെയ്യും. അതിൽ നിന്ന് എന്തുണ്ടാക്കുന്നു? പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ കമ്പനിയുടെ അസറ്റ്സ് വർദ്ധിക്കുന്നു. ഇങ്ങനെ കമ്പനിയുടെ അസറ്റ്സും പ്രോഫിറ്റും പ്രോഫിറ്റബിലിറ്റി ഒക്കെ വർദ്ധിക്കുമ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഷെയറിൻ്റെ പ്രൈസും കൂടുന്നു. ഇത് എക്കണോമിക്കൽ ഗ്രോത്ത് ആയിട്ട്, എക്കണോമിയുടെ ഗ്രോത്ത് ആയിട്ടും എക്കണോമിയുടെ ഡെവലപ്മെൻ്റ് ആയിട്ടും വരുന്നു. എക്കണോമി ഡെവലപ്പ് ചെയ്യുമ്പോൾ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ പോസിറ്റീവ് എക്കണോമിക് എഫക്റ്റ് ആയിട്ട് വരുന്നതാണ്. പക്ഷേ ഗാംബ്ലിങ്ങിന് അങ്ങനൊന്നുമില്ല. ഒരാൾ നഷ്ടപ്പെടുന്നു, വേറൊരാൾക്ക് കിട്ടുന്നു. അപ്പം ഇങ്ങനെ വരാവുന്ന ഒരു കാര്യമാണ് ഗാംബ്ലിങ്. സോ therefore no net economic benefits in the case of gambling. Then next point of difference is on the basis of റിക്കവറി ഓഫ് ലോസസ്. ലോസ് റിക്കവർ ചെയ്യാനുള്ള സാധ്യതയുണ്ടോ, അല്ലേ? നഷ്ടം വന്നു എന്ന് വിചാരിക്കുക, ആ നഷ്ടത്തിനെ റിക്കവറി ചെയ്യാനുള്ള സാധ്യതയുണ്ടോ, അല്ലേ? ഇൻവെസ്റ്റ്മെൻറ്റിലാണെങ്കിലോ ആദ്യം നോക്കുന്നത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റിൽ എന്തിനുള്ള സാധ്യതയുണ്ട്? ലോസ് റിക്കവറി ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അല്ലേ? ഇപ്പോൾ ഏതെങ്കിലും ഒരു വർഷം കമ്പനിക്ക് ലോസ് വന്നു എന്ന് വിചാരിക്കുക, ഒരു വർഷം നമുക്ക് ഡിവിഡൻഡ് കിട്ടിയില്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഏതോ ഒരു സന്ദർഭത്തിൽ ഷെയറിൻ്റെ പ്രൈസ് കുറഞ്ഞു. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആണ്, അല്ലേ? നമുക്കറിയാൻ പറ്റും, ലോക്ക്ഡൗണിൻ്റെ സമയത്ത് കമ്പനികളുടെ ഷെയറിൻ്റെ പ്രൈസൊക്കെ എന്ത് ചെയ്തു? കുറഞ്ഞു പോയിട്ടുണ്ട്, അല്ലേ? ഇനി ഇത് ഇങ്ങനെ തന്നെ തുടരുമോ? ഇല്ല. കുറച്ച് കഴിയുന്ന സമയത്ത് ഇതിൻ്റെ എഫക്റ്റ് ഒക്കെ മാറുമ്പോൾ എക്കണോമിക് ആക്ടിവിറ്റി വീണ്ടും എന്താവും? റീസർജൻ്റായിട്ട് മാറും, ഇല്ലേ? അങ്ങനെ എക്കണോമിക് ആക്ടിവിറ്റി ഒരു സർജിങ് വരുന്ന സമയത്ത്, അത് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത്, അതിൻ്റെ മൊമെൻറ്റം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത്, അല്ലേ? ട്രേഡ്സ് ഒക്കെ നടക്കും, അല്ലേ? ട്രാൻസാക്ഷൻസ് ഒക്കെ നടക്കും, ബിസിനസ് ഡെവലപ്മെൻറ്റ് ഉണ്ടാവും, റവന്യൂ ജനറേറ്റ് ചെയ്യപ്പെടും, പ്രോഫിറ്റ് ഉണ്ടാവും. അപ്പോൾ വീണ്ടും നോർമലി കമ്പനികൾ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ തുടങ്ങും, ഡിവിഡൻ്റായിട്ട് ഡിക്ലെയർ ചെയ്യാൻ തുടങ്ങും, ഷെയറിൻ്റെ പ്രൈസൊക്കെ സ്റ്റാർട്ടഡ് ടു ഇൻക്രീസ്. അപ്പോൾ അതൊക്കെ സംഭവിക്കാം. അപ്പോൾ പോസിബിലിറ്റി ഓഫ് റിക്കവറിങ് ലോസസ് ഈസ് പോസിബിൾ ഇൻ ദ കേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, പക്ഷേ ഗാംബ്ലിങ്ങിലോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു റിക്കവർ ലോസസ്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയാൻ കാരണം? ഗാംബ്ലിങ്ങിൽ ലോസസിനെ റിക്കവർ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയാനുള്ള കാരണം ഇതാണ്. കാരണം ഗാംബ്ലിങ് എന്താണ്? വളരെ ഷോർട്ട് ടേം ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്, അല്ലേ? അത് ഇപ്പോൾ ഒരു ബെറ്റിംഗ്, ആ ബെറ്റിങ്ങിന് ഒരു മാച്ച് നടക്കുന്നു, ഒരു ടീം വിജയിക്കുന്നുണ്ട്, ബെറ്റ് ചെയ്യുന്നു, അത് ആ മാച്ച് കഴിയുന്നതോടുകൂടി കഴിഞ്ഞു, അല്ലേ? പിന്നീട് അതിനെ റിക്കവർ ചെയ്യാൻ വേണ്ടി വേറൊരു മാച്ച് നടത്തുമോ? ഇല്ല. പിന്നെ എപ്പോഴെങ്കിലും വേറൊരു മാച്ച് ഏതെങ്കിലും സന്ദർഭത്തിൽ നടത്തുമ്പോൾ വേണമെങ്കിൽ ഇതേ ആൾ തന്നെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ബെറ്റ് ചെയ്ത് നോക്കാം. അപ്പോഴും നഷ്ടപ്പെടുകയാണെങ്കിലോ വീണ്ടും പോകും എന്നർത്ഥം. ഓക്കെ, അപ്പോൾ അവിടെയുള്ള സാധ്യത, ലോസ് സംഭവിച്ചാൽ അതിനെ റീകൂപ്പ് ചെയ്യാൻ, റിക്കവർ ചെയ്യാനുള്ള സാധ്യത ഗാംബ്ലിങ്ങിൽ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പം ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഓർ ദ ലാസ്റ്റ് പോയിന്റ് എന്തായിരുന്നു അത്? ദറ്റ് ഈസ് റിക്വയർമെൻറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ് ചെയ്യാൻ, കമ്മിറ്റ്മെൻറ്റ് ഓഫ് ഫണ്ട് ചെയ്യാൻ നമുക്ക് എന്താണ് റിക്വയർമെൻ്റ് ആയിട്ടുള്ളത്, അല്ലേ? എസെൻഷ്യാലിറ്റി ആയിട്ടുള്ളത്. ഓക്കെ, സോ വാട്ട് ഈസ് ദ എസെൻഷ്യാലിറ്റി ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് വാട്ട് ഈസ് ദ എസെൻഷ്യാലിറ്റി ഫോർ ഗാംബ്ലിംഗ്? ഓക്കെ, ഫോർ മേക്കിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് വി റിക്വയർ സർട്ടൻ നോളേജ് ആൻഡ് സ്കിൽസ്. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാന്ന് പറയുന്നത് സാധാരണ ഒരു കാര്യമല്ല, അല്ലേ? നമുക്കതിന് എന്ത് ആവശ്യമുണ്ട്? നോളേജ് ആൻഡ് സ്കിൽസ് ആവശ്യമുണ്ട്. എന്താ കാരണം? നമ്മൾ കമ്പനികളെ കുറിച്ച് അനലൈസ് ചെയ്ത്, ഷെയറുകളെ കുറിച്ച് അനലൈസ് ചെയ്ത്, അല്ലേ? മാർക്കറ്റിനെ കുറിച്ച് അനലൈസ് ചെയ്ത്, പ്രോസ്പെക്ട്സിനെ കുറിച്ചും ഗ്രോത്തിനെ കുറിച്ചും പൊട്ടൻഷ്യാലിറ്റിയെ കുറിച്ചൊക്കെ അനലൈസ് ചെയ്തിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. അപ്പം അതിന് നോളേജും സ്കിൽസ് ഒക്കെ ആവശ്യമാണ്. പക്ഷേ ഗാംബ്ലിങ്ങിനോ ഇതൊന്നും ആവശ്യമില്ല, അല്ലേ? നോ എഡ്യൂക്കേഷൻ റിക്വയർഡ്, നോ സ്കിൽസ് റിക്വയർഡ്, അല്ലേ? നോ നോളേജ് റിക്വയർഡ്. പൈസ കയ്യിലുണ്ടെങ്കിൽ മുടക്കാം, കിട്ടിയാൽ ലഭിക്കും, ഇല്ലെങ്കിൽ ഇങ്ങനെ വരാവുന്നതാണ് എന്താ ഗാംബ്ലിങ്. സോ therefore no knowledge required. അപ്പോൾ ഇത്രയും നേരം നമ്മൾ നോക്കിയത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും ഗാംബ്ലിങ്ങും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ്, അല്ലേ? അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റും ഗാംബ്ലിങ്ങും രണ്ടിനും ചില കോമണാലിറ്റി ഉണ്ട്, അല്ലേ? സിമിലാരിറ്റി ഉണ്ട്. എന്താണത്? രണ്ടിലും ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് ഓഫ് ഫണ്ട് നടക്കുന്നുണ്ട്, റിട്ടേൺ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ there are certain differences. അപ്പോൾ ആ ഡിഫറൻസസിനെ കുറിച്ചാണ് നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തത്.